ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ യൂറോപ്പ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ട്രാവലോഗാണ്. കൊച്ചിയിൽ നിന്ന് പാരീസിലേക്കാണ് ഫസ്റ്റ് ഡേ ട്രിപ്പ്. പാരീസിൽ ലാൻഡ് ചെയ്തിട്ട് ആദ്യം ഞങ്ങൾ ട്രാവൽ ചെയ്യാനുള്ള 1 ഡേ പാസ് എടുത്തു. ഇത് വെച്ച് നമുക്ക് ട്രെയിൻസ്, ട്രാംസ്, ബസ്സസ്, മെട്രോ എല്ലാം അൺലിമിറ്റഡ് ട്രാവൽ ചെയ്യാം. എയർപോർട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഒരാൾക്ക് 30 യൂറോയും വേറെ സ്റ്റേഷനിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 17 യൂറോയുമാണ് ചാർജസ് വരുന്നത്. എയർപോർട്ടിൽ നിന്ന് എടുക്കുന്ന പാസിന് തിരിച്ച് എയർപോർട്ടിലേക്കും ആക്സസ് ചെയ്യാനുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 17 യൂറോ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പറ്റില്ല. എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഞങ്ങൾ വേഴ്സലിസ് പാലസിലേക്കാണ് പോയത്. എയർബിഎൻബി ചെക്ക് ഇൻ ടൈം 3 PM ആയിരുന്നു. സോ ലഗേജ് ആയിട്ടാണ് പാലസിലേക്ക് പോയത്. അവിടെ അടുത്ത് ലഗേജ് കീപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങളിപ്പോൾ ലഗേജ് കയറ്റി വെച്ച് ഞങ്ങളിപ്പോൾ വേഴ്സലിസ് പാലസിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് ഞങ്ങളിപ്പോൾ ഇറങ്ങിയ സ്റ്റേഷൻ എന്ന് പറയുന്നത് വേഴ്സലിസിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്റ്റേഷനാണ്. അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 700 മീറ്റേഴ്സാണ് ഈ പാലസ്. ഇപ്പം ഞങ്ങൾ പാലസിൻ്റെ വഴി നടന്നുകൊണ്ടിരിക്കുക. കാലാവസ്ഥ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഏപ്രിലാണല്ലോ ട്രാവൽ ചെയ്യണം. ഇപ്പോൾ ഓൾമോസ്റ്റ് സ്പ്രിംഗ് പോലെയാണ്. ചെറിയ വെയിലും ചെറിയ തണുപ്പും എന്ന് പറയാം. ഞങ്ങൾ വേഴ്സലിസിലേക്ക് പോകുന്ന സ്ട്രീറ്റിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ എൻവയൺമെൻ്റ് ഒക്കെ നല്ല രസമാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയാസാണ്. ചെറിയ വെയിലും ചെറിയ തണുപ്പൊക്കെ ആയിട്ട് ആണ് ഇപ്പോൾ സിറ്റുവേഷൻ. നമ്മൾ പാലസിൽ പോണതിന് മുമ്പ് ജസ്റ്റ് വിശന്നിട്ട് ഒരു കഫേ കയറിയേക്കുവാണ്. അപ്പം ഇതൊരു ചോക്ലേറ്റ് പേസ്ട്രി, 2 മാക്രോൺസ്, പിന്നെ 2 റാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പാരീസിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് അവിടുത്തെ പേസ്ട്രീസും മാക്രോൺസും ട്രൈ ചെയ്യണം എന്നുള്ള കാര്യം. ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നൊക്കെ. ചോക്ലേറ്റ് ഫ്ലേവറാണ് ഓർഡർ ചെയ്തത്. ബിക്കോസ് ഞാൻ ഭയങ്കര ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമാണ്. നല്ല ചോക്ലേറ്റിൻ്റെ അധികം ക്രീമൊന്നുമില്ല. നാട്ടിൽ ഭയങ്കര നല്ല ക്രീം, അതിൻ്റെ എന്താ പറയുക, ലെയറിൽ നല്ലോണം ക്രീം കാണുള്ളൂ. ഇത് തിക്കായിട്ട് ആ ബേസ് ആ സാധനമാണ്. നല്ല യെമ്മി ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് അധികം. റാസ്ബെറി മാക്രൂണാണ്. പറയാൻ പറ്റുള്ള ടേസ്റ്റ് ആയിട്ടോട് തിന്നുകൊണ്ടിരിക്കുകയാണ്. പിസ്ത മാക്രൂണാണ്. നടുക്ക് നല്ല ചൂയ ടേസ്റ്റ്. എനിക്ക് പിസ്തയാണ് ഇഷ്ടമായത് ഇതിനേക്കാളും ടേസ്റ്റ്. റാപ്പ്, ടൊമാറ്റോയും മുട്ടയും കുറേ ക്യാപ്സിക്കം, പിന്നെ കുറച്ച് എന്തൊക്കെയോ വെജിറ്റബിൾസൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. തണുപ്പായിരിക്കണം, കുഴപ്പമില്ല. പിന്നെ നാട്ടിലെ സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് ചൂടായിട്ടൊക്കെ ആയിരിക്കുമല്ലോ. എന്നാൽ അവിടുന്ന് ഓവൻ ചെയ്തൊക്കെയാണ് തന്നെ. പക്ഷെ ഇത് തണുത്തായിരിക്കണം. ചിലപ്പം ഇത് കഴിക്കേണ്ട മെത്തേഡ് ഇങ്ങനെയായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, നല്ല സോഫ്റ്റാണ്.
ശരിക്കും ഈ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ ആദ്യം ഇപ്പോൾ പാരീസിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ പാലസിൽ വരാമെന്നായിരുന്നു തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾ പാലസിൽ വന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫസ്റ്റ് ഞങ്ങൾ ലുവിയർ മ്യൂസിയം പോകാമെന്നായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ ഞങ്ങൾ പ്ലാൻ ചേഞ്ച് ചെയ്തു, പിന്നെ പാലസിലേക്ക് ആക്കി. ഞങ്ങൾ അവിടെ നിന്ന് ഓൾമോസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഒരു 1 hour ട്രാവൽ ചെയ്തിട്ടാണ് പാലസിലേക്ക് എത്തിയത്. അവിടെ ചെന്ന് ഒരു മണിയൊക്കെ ആയി, അറൗണ്ട് 1 മണി കഴിഞ്ഞു. ഞങ്ങളൊരു ക്യൂ ഒക്കെ നിന്ന് അവിടെ എത്താറായപ്പം അവർ പറഞ്ഞു ആക്ച്വലി അത് ടിക്കറ്റ് എടുത്തവർക്ക് വേണ്ടി പാലസിലേക്ക് കടക്കാനുള്ള ഒരു ക്യൂ ആയിരുന്നു. അപ്പം പാലസിലേക്കുള്ള ടിക്കറ്റ്സ് എല്ലാം സോൾഡ് ഔട്ടായി എന്ന് പറഞ്ഞു അവർ. എന്നിട്ട് ഞങ്ങൾ ഒരു ഗാർഡൻ, ഇതാണ് ഇപ്പോൾ ഗാർഡനിലേക്കുള്ള ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഗാർഡനിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. അപ്പോൾ ശരിക്കും ഇപ്പം നിങ്ങൾക്ക് കാണാം, എനിക്ക് എന്താ പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഇപ്പം മൈസൂരിൽ വൃന്ദാവൻ, അതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു വേർഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്നുവെച്ചാൽ മൈസൂരിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ഇല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും റഷും എല്ലാം ഇതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് ചിലപ്പം ഈ സീസൺ ആവാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അധികം തിരക്കില്ല. നമുക്ക് ഭയങ്കര കാമായിട്ട് നമുക്ക് ഇങ്ങനെ നടന്ന് നമ്മൾ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണുന്ന പോലെ കുറേ പുൽമൈതാനം അല്ലെങ്കിൽ വലിയ ഇങ്ങനെ ഗ്രീനറിൽ കൂടെ നടക്കാൻ പറ്റും, അധികം തിരക്കില്ലാതെ. അങ്ങനെ ഫുൾ. പിന്നെ കുറച്ച് ഗാർഡനുണ്ട് അവിടെ, തുലിപ്സ് പോലത്തെ കുറച്ച് ഗാർഡനുണ്ട്, നമുക്ക് കാണാം, അത് കാണിക്കാതെ. പിന്നെ ഇതിപ്പം ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ, അതൊന്ന് 3:30 തൊട്ടെന്തോ ആണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നടന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കുറച്ച് ഫൗണ്ടൻ, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അത് നമുക്ക് നടന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു അറ്റ്മോസ്ഫിയർ. രസമായി പോവാണ്. ഞങ്ങളിപ്പോൾ Airbnb ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എപ്പിനേസ് ഡേയ്സ് സെറീൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങൾ Airbnb ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ഞങ്ങളിപ്പോൾ ലഗേജ് കൊണ്ട് വെച്ചു. ഇപ്പോൾ ഞങ്ങൾ ഐഫിൽ ടവർ ആ ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ അതിന് ഞങ്ങളിപ്പോൾ ട്രെയിൻ കയറിയേക്കുക. ചാംഡേ മാർസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഐഫിൽ ടവറിൻ്റെ, അതാണ് സ്റ്റേഷൻ ചാംഡേ മാർസ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം 7:30 കഴിഞ്ഞു, പക്ഷെ ചെറുതായിട്ടൊന്ന് ഇരുട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളെ മഴ പെയ്തിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് കാര്യം പറഞ്ഞ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ എയർബിഎൻബി നടന്നു വന്നപ്പോൾ എനിക്ക് നല്ലോണം തണുക്കുണ്ടായിരുന്നു. അധികം തണുപ്പൊന്നും കാണില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വലിയ കട്ടിയുള്ള ജാക്കറ്റൊന്നും അല്ല ഇട്ടുകൊണ്ടിരുന്നത്. എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു 7:30 ആയി. ഇതാണ് അവസ്ഥ. നല്ല ഇരുണ്ടൊക്കെയുണ്ട്, പക്ഷെ എന്നാ നമ്മുടെ നാട്ടിലെ 7:30 പോലെ അങ്ങനെ അത്ര വലിയ ഇരുട്ടൊന്നും ആയിട്ടില്ല. ഐഫിൽ ടവറിൻ്റെ സറൗണ്ടിങ്സ് ആക്സസ് ചെയ്യാൻ ഫ്രീ ആണ്.
നമുക്ക് അവിടെ പുറത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഐഫിൽ ടവറിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ ഫീസ് ഉണ്ട്. സെക്കൻഡ് ഫ്ലോർ വരെ ഒരാൾക്ക് 25 യൂറോയും ഏറ്റവും മുകളിലേക്കും അവിടുത്തെ റെസ്റ്റോറൻറ്റും ആക്സസ് ചെയ്യാൻ ഒരാൾക്ക് 130 യൂറോയുമാണ്. ഫുഡിന് പിന്നെ എക്സ്ട്രാ പൈസയും. ഞങ്ങൾ പുറത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഡിന്നർ കഴിക്കാനുള്ള സ്ഥലം തപ്പി ഇറങ്ങി. നമ്മുടെ ഇവിടുത്തെ കഫേ പോലുള്ള പ്ലേസസിനെ അവർ ബിസ്ട്രോസ് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ എന്തൊക്കെയാണ് ഫുഡ് ഓർഡർ ചെയ്തതെന്ന് അറിയോ? ഒരു സ്നെയിലിൻ്റെ ഐറ്റം, ഒരു റോസ്റ്റഡ് ഡക്കിൻ്റെ ഐറ്റം, പിന്നെ ഒരു മീറ്റിൻ്റെ ഐറ്റം കൂടെ ഓർഡർ ചെയ്തിട്ടോ. നെക്സ്റ്റ് ഡേ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ. അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ.